കേരളം ഇന്ന് ഉണർന്നത് ആ ഭീകരമായ വാർത്ത കേട്ടാണ്. സംസ്ഥാനത്തെ ഒരു പമ്പിലും പെട്രോളില്ല, ഡീസലില്ല. വരാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിശബ്ദമായ 365 ദിവസങ്ങളാണ്. കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിയുമോ, അതോ നാം പുതിയൊരു അതിജീവന വഴി കണ്ടെത്തുമോ? ഇന്ധനമില്ലാത്ത കേരളത്തിന്റെ 365 ദിവസത്തെ ആ കഥ ഇവിടെ തുടങ്ങുന്നു. സംസ്ഥാനത്തെ പമ്പുകളിൽ നോ സ്റ്റോക്ക് എന്ന ബോർഡുകൾ ഉയർന്നതോടെ മലയാളി ഞെട്ടിപ്പോയി. ഒരു തുള്ളി ഇന്ധനം പോലും ഇല്ലാത്ത അവസ്ഥ. പെട്ടെന്ന് തന്നെ റോഡുകൾ നിശ്ചലമായി. തിരക്കേറിയ ജംഗ്ഷനുകൾ വിജനമായി മാറി. KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഡിപ്പോകളിൽ കട്ടപ്പുറത്തായതോടെ കേരളത്തിന്റെ ചലനം പാതി വഴിയിൽ നിലച്ചു. വഴിയിൽ കുടുങ്ങിയ രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസുകൾക്ക് പോലും ഇന്ധനമില്ലാതെ വന്നത് വലിയൊരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടാക്കി. സർക്കാർ ഉടൻ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. ഓഫീസുകൾ മുഴുവൻ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറി. ഇതോടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് കുതിച്ചുയർന്നു. ഒരു പഴയ ഇലക്ട്രിക് സ്കൂട്ടറിന് പോലും വിപണിയിൽ ലക്ഷങ്ങൾ വിലയായി. വീടിന്റെ മൂലയിൽ പൊടി പിടിച്ചു കിടന്ന പഴയ സൈക്കിളുകൾ എല്ലാവരും പുറത്തെടുത്തു. വിദേശത്തു നിന്ന് വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയ പ്രവാസികൾ വീട്ടിലെത്താൻ വഴിയില്ലാതെ പെരുവഴിയിലായി. പോലീസുകാർ സൈക്കിളിൽ പെട്രോളിംഗ് നടത്തുന്നത് കേരളം ആദ്യമായി കണ്ടു. ആദ്യത്തെ മാസം പിന്നിടുമ്പോൾ പ്രതിസന്ധി നമ്മുടെ വയറിനെ ബാധിച്ചു തുടങ്ങി. ചരക്ക് ലോറികൾ അതിർത്തികളിൽ കുടുങ്ങിയതോടെ കേരളത്തിലേക്കുള്ള ഭക്ഷണ വിതരണം പൂർണ്ണമായും നിലച്ചു. പച്ചക്കറിക്കും പലചരക്കിനും സ്വർണത്തേക്കാൾ വിലയായി. പാലും മുട്ടയും കിട്ടാക്കനിയായി മാറി. കടലിൽ പോകാൻ ഡീസൽ ഇല്ലാത്തതിനാൽ മത്സ്യബന്ധന ബോട്ടുകൾ പുഴകളിൽ കെട്ടിയിട്ടു. മീൻ വിപണി തകർന്നു. സിമന്റും മണലും വരാത്തതുകൊണ്ട് ലക്ഷക്കണക്കിന് നിർമ്മാണ പ്രവർത്തികൾ പാതി വഴിയിൽ സ്തംഭിച്ചു. വണ്ടികളില്ലാത്തതിനാൽ ഓൺലൈൻ ഡെലിവറി കമ്പനികൾ പൂട്ടിയതോടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജോലി പോയി. ലാഭം കൊയ്യാൻ ചിലർ നടത്തുന്ന പൂർത്തിവെപ്പ് തടയാൻ റേഷൻ കടകളിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തി. സാധനവില താങ്ങാൻ കഴിയാതെ ഹോട്ടലുകൾ ഒന്നൊന്നായി പൂട്ടി. പട്ടിണി മാറ്റാൻ മലയാളി സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യാൻ നിർബന്ധിതനായി. പണത്തിന് വിലയില്ലാതെ വന്നതോടെ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന പഴയ ബാർട്ടർ സിസ്റ്റം ഗ്രാമങ്ങളിൽ തിരിച്ചെത്തി. 6 മാസം പിന്നിടുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിഞ്ഞു. ഇന്ധന നികുതി ഇല്ലാത്തതിനാൽ സർക്കാരിന് വരുമാനമില്ലാതായി. ശമ്പളവും പെൻഷനും മുടങ്ങി. ഡ്രൈവർമാർക്കും മെക്കാനിക്കുകൾക്കും ജോലി പോയതോടെ ആ കുടുംബങ്ങൾ വഴിയാധാരമായി. വണ്ടികൾ ഓടാത്തതിനാൽ ഇൻഷുറൻസ് കമ്പനികൾ വൻ നഷ്ടത്തിലായി. സഞ്ചാരികൾ വരാത്തതിനാൽ ടൂറിസം മേഖല അനാഥമായി. വലിയ ഷോപ്പിംഗ് മാളുകൾ പൂട്ടേണ്ടി വന്നു. വരുമാനമില്ലാത്തതിനാൽ വാഹന ലോണുകൾ മുടങ്ങി. ചിലവ് താങ്ങാൻ വയ്യാതെ ആളുകൾ നഗരങ്ങൾ വിട്ട് ഗ്രാമങ്ങളിലേക്ക് മടങ്ങി. പക്ഷേ ഈ തകർച്ചയ്ക്കിടയിലും പ്രകൃതി ശ്വസിക്കുന്നു.